ഓർമ്മപ്പെടുത്താൻ. ഇവിടെ പ്രസക്തമായി വന്നിട്ടുള്ളൊരു ചോദ്യം, ക്യാമ്പസിലെ തിന്മകളെക്കുറിച്ചുള്ള വിശദമായ സംസാരങ്ങളാണ് നടക്കുന്നത്. എന്നാൽ നമ്മുടെ ക്യാമ്പസിലും പൊതുസമൂഹത്തിലും മദ്യപാനവും ലഹരിയും ലൈംഗിക അരാജകത്വവും അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളെപ്പറ്റിയും വളരെ ശക്തമായ ബോധവൽക്കരണ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സർക്കാർ തലത്തിലും സിലബസ് തലത്തിലുമൊക്കെ ഇതിനെക്കുറിച്ചുള്ള ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആരോഗ്യപരമായി ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ചുള്ള നിരന്തരമായ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. എന്നിട്ടും ഇത്തരം തിന്മകളും ദൂഷ്യങ്ങളും കൂടി വരികയാണല്ലോ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത്തരം ബോധവൽക്കരണ ശ്രമങ്ങൾ ഫലപ്പെടുന്നില്ല? എന്താണ് ഇത്തരം തിന്മകൾ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള യഥാർത്ഥ പരിഹാരം? ബഹുമാനായ CP സലീം വിശദീകരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ആ ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ഭാര്യ ഒരിക്കൽ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വന്നുകൊണ്ട് ആദ്യമായി വ്യഭിചരിക്കരുത്, മദ്യപിക്കരുത് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നുവെങ്കിൽ അതനുസരിക്കാൻ ഈ സമൂഹത്തിന് സാധിക്കുമായിരുന്നില്ല. മറിച്ച് പ്രവാചകൻ ആദ്യം പറഞ്ഞത് എന്തുകൊണ്ട് വ്യഭിചരിക്കരുത്, എന്തുകൊണ്ട് മദ്യപിക്കരുത് എന്ന വിഷയമാണ്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി എന്തുകൊണ്ട് തിന്മ ചെയ്തുകൂടാ, അതിനുള്ള കാരണം ഉറപ്പാണ്. ഇപ്പോൾ പകലാണ് എന്നത് എത്രമാത്രം സത്യമാണോ അതിനേക്കാൾ കോടി ഇരട്ടി വലിയ സത്യമാണ് മരിച്ചതിന് ശേഷം ജീവിതം ഉണ്ടെന്നുള്ള കാര്യം. വഅഹ്യൈനാ ബിഹി ബൽദത്തൻ മൈതൻ കദാലികൽ ഖുറൂജ്, വറ്റി വരണ്ട ഭൂമിയിൽ നിന്ന് ഭൂമിയെ നാം ജീവിപ്പിക്കുന്നു മഴ കൊണ്ട്. അല്ലെ, ഒന്നും മുളക്കില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്തുനിന്ന് സസ്യങ്ങൾ മുളച്ചു വരുന്നു. കദാലികൽ ഖുറൂജ്, അതേപോലെയാണ് പുറപ്പാട്. അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്നും എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച നാഥൻ നമുക്ക് ബുദ്ധിയും ചിന്തയും നൽകി, നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നൽകി. അവൻ നമുക്ക് രണ്ട് മാർഗം കാണിച്ചു തന്നു. ആ നല്ല മാർഗം സ്വീകരിക്കുന്നവർക്ക് നന്മയും തിന്മ സ്വീകരിക്കുന്നവർക്ക് യോജിച്ച ശിക്ഷയും നൽകുന്ന ഒരു ലോകം ബുദ്ധിയുടെ താല്പര്യമാണ്. അല്ലെങ്കിൽ എന്താ അർത്ഥമുള്ളത്? കുറെ വികലാംഗന്മാർ ഇവിടെ, കുറെ പട്ടിണിപ്പാവങ്ങൾ, കുറെ ആൾക്കാർ നന്നായി ജീവിക്കുന്നു. ഇത് അനീതിയല്ലേ? ഇതൊരു പരീക്ഷണമാണ്. അതിന് ശേഷം ആ വികലാംഗത്വം പരീക്ഷണമായി കണ്ടവൻ, പട്ടിണി പരീക്ഷണമായി കണ്ടവൻ, തന്റെ ഔന്നത്യവും തന്റെ സ്ഥാനമാനങ്ങളും തന്റെ പണവും പരീക്ഷണമായി കണ്ടവൻ നന്മയുടെ മാർഗത്തിൽ ജീവിച്ചാൽ അതിന് കൃത്യമായ പ്രതിഫലം നൽകുന്ന ലോകം വരാൻ പോകുന്നു എന്ന പരലോകം ഉണ്ട് എന്ന ഉറപ്പ് പരിശുദ്ധ ഖുർആനിലൂടെ നേടിയെടുക്കുക. ആ ലോകത്ത് രക്ഷപ്പെടാൻ കുറുക്കുവഴികളില്ല. അവിടെ രക്ഷപ്പെടാൻ ലോകത്തിന്റെ സൃഷ്ടാവായ നാഥനെ മാത്രം ആരാധിക്കുന്നതിലൂടെ നേടിയെടുക്കുന്ന ധാർമ്മികതക്കല്ലാതെ സാധ്യമല്ല. നോക്കൂ, ആളുകൾ മതവിശ്വാസികൾ ധാരാളമായി തെറ്റ് ചെയ്തില്ലേ? ഉണ്ട്. പലപ്പോഴും ആ മതവിശ്വാസികൾ തെറ്റിലേക്ക് പോകാനുള്ള അടിസ്ഥാനപരമായ കാരണം പടച്ചവനും സൃഷ്ടികൾക്കും ഇടയിൽ മതിൽക്കെട്ടുകൾ വന്നു. പടച്ചവൻ, ബഹുമാന്യരായ ക്രൈസ്തവർ, അവരുടെ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും പാപഭാരം ഏറ്റെടുത്ത് യേശു കുരിശിൽ മരിച്ചിരിക്കുന്നു, യേശുവിൽ വിശ്വസിപ്പിൻ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അപ്പോൾ പാപങ്ങൾ, എത്ര പാപങ്ങൾ ഞാൻ ചെയ്താലും എന്നെ രക്ഷപ്പെടുത്താൻ യേശു ഉണ്ട് എന്നൊരു ധാരണ, മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുത്, പരിഹസിക്കരുത് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനത്വം അംഗീകരിച്ചുകൊണ്ട് തന്നെ ആശയപരമായൊരു സംവാദത്തിന് എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. ഇസ്ലാം പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. വളരെ കൃത്യമായി എല്ലാ തസ്റു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കുകയില്ല. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഓരോ മനുഷ്യനും അവൻ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല. അപ്പോൾ ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ഒരാളും എന്നെ രക്ഷിക്കാനുണ്ടാവില്ല എന്ന ബോധം, എനിക്ക് ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ബോധം, അതാണ് ഇസ്ലാം തിന്മകൾ ഇല്ലാതാക്കാൻ അടിസ്ഥാനപരമായി പഠിപ്പിച്ച ഏകദൈവാരാധന. ഈ ലോകത്തിന്റെ സൃഷ്ടാവ് അവനല്ലാതെ ആരാധിക്കപ്പെടാൻ, പ്രാർത്ഥിക്കപ്പെടാൻ, നേർച്ചകളും വഴിപാടും അർപ്പിക്കപ്പെടാൻ പറ്റുന്ന ഒരാളും ഈ ലോകത്തില്ല. സൂര്യൻ നല്ലതാണ്, സൂര്യൻ നമുക്ക് വെളിച്ചം നൽകുന്നു, ഊർജം നൽകുന്നു. സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം പോലുമില്ല, കാരണം സൂര്യനെയാണ് പടച്ചവൻ നമുക്ക് ഭക്ഷണത്തിന് കാരണമാക്കിയ ഒരു സംഗതി. എന്നാൽ സൂര്യൻ ആരാധിക്കപ്പെടാൻ, പ്രാർത്ഥിക്കപ്പെടാൻ കൊള്ളുകയില്ല. സൂര്യന്റെ സൃഷ്ടാവാണ് ആരാധ്യൻ. ഭൂമി നല്ലതാണ്, വാസയോഗ്യമാണ്, എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ ലഭിക്കുന്നു. പക്ഷെ ഭൂമിയെ ആരാധിക്കാൻ പറ്റില്ല, ഭൂമിയുടെ സൃഷ്ടാവിനെ. കടലിനെ അല്ല, കടലിന്റെ സൃഷ്ടാവിനെ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം യേശുവിനെ അല്ല, യേശുവിന്റെ ഈസാ നബിയുടെ സൃഷ്ടാവിനെ. മുഹമ്മദ് നബി അല്ല, മുഹമ്മദ് നബിയുടെ സൃഷ്ടാവിനെ. അതുകൊണ്ടല്ലേ മുസ്ലിങ്ങൾ
ഉറച്ചു പറയാൻ പറ്റും, മുഹമ്മദ് നബിയെ രക്ഷിക്കണമേ എന്നൊരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഹീസ് ഔട്ട് ഫ്രം ഇസ്ലാം, അവൻ ഇസ്ലാം ഒന്ന് പുറത്തുപോയി. കാരണം മുഹമ്മദ് നബിക്ക് വേണ്ടി നിർബന്ധമായി മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കും. നമസ്കാരത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, പടച്ചവനെ മുഹമ്മദ് നബിക്ക് നീ രക്ഷ കൊടുക്കണേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, പടച്ചവനെ മുഹമ്മദ് നബിക്ക് നീ അനുഗ്രഹം ബർക്കത്ത് കൊടുക്കണേ എന്ന് മഹാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. ഇതിൽ നിന്നും ഒരു തകരാറ് പറ്റിയാൽ പരലോകത്ത് ഞാൻ എത്തുമ്പോൾ എന്നെ രക്ഷപ്പെടുത്താൻ മുഹമ്മദ് നബി ഉണ്ടാകും, എന്നെ രക്ഷപ്പെടുത്താൻ ഇന്ന ആളുണ്ടാകും, ഇന്ന അവതാരമുണ്ടാകും, ഇന്ന ദൈവമുണ്ടാകും എന്ന് വിചാരിക്കും മനുഷ്യൻ തെറ്റ് ചെയ്യും. ഒരാളും രക്ഷപ്പെടുത്താനുണ്ടാവില്ല. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വരും എന്ന കൃത്യമായ ബോധ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വളരെ ഇഷ്ടമായിരുന്നു. മോളെ, നീ എൻ്റെ കരളിൻ്റെ കഷ്ടമാണ് എന്ന് പറഞ്ഞ ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, അൻഖിദി നഫ്സകി മിനന്നാർ, നീ നിന്റെ തടി നരകത്ത് നിന്ന് കാത്തു രക്ഷിക്കണം. ഞാൻ മുഹമ്മദ് നബിന്റെ മകളാണെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടില്ല, അതെന്റെ മോള് ഫാത്തിമയാണെന്ന് പറഞ്ഞാൽ മലക്കുകൾ നിന്നെ വിടില്ല. അപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ വിശ്വാസവും കർമ്മങ്ങളും അനുഷ്ഠിച്ചാലേ ഫാത്തിമ ബീവി രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാർത്ഥന, ആരാധന, നേർച്ചകൾ, വഴിപാടുകൾ, ഇബാദത്തുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും പടച്ചവന് മാത്രമേ കൊടുക്കാവൂ എന്നത് വിശ്വാസപരമായ ഒട്ടും വർഗീയതയില്ലാത്ത ഈ ലോകത്ത് മനുഷ്യൻ വന്നത് മുതൽ ഈ ലോകത്തുള്ള ആശയമാണ്. ഒരാളെയും ആരാധിക്കാൻ പാടില്ല പടച്ചവനെ അല്ലാതെ. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷകനെ ആരാധിക്കുക. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് മോക്ഷം കിട്ടാൻ, നിങ്ങൾ വിജയിക്കാൻ, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അതുകൊണ്ട് ശുദ്ധമായ ഏകദൈവാരാധന, ആ പ്രാർത്ഥന, ആരാധന, നേർച്ച, വഴിപാട് വഴിമാറിപ്പോയാൽ അതിനാണ് ബഹുദൈവത്വം, ശിർക്ക് എന്ന് പറയുന്നത്. ആ പടച്ചവന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിയിട്ട് പടച്ചവന് മാത്രം നമ്മൾ കൊടുക്കേണ്ടത് എന്താ? വായുവും വെള്ളവും ഈ അനുഗ്രഹമൊക്കെ എന്താ പടച്ചവൻ തിരിച്ചു കൊടുക്കേണ്ടത്? പടച്ചവന് ഭക്ഷണം വേണോ? വേണ്ട. പടച്ചവന് വസ്ത്രം വേണോ? വേണ്ട. പടച്ചവന് മാത്രം നമ്മൾ കൊടുക്കണം. ഇതൊക്കെ പടച്ചവൻ നൽകിയതാണ്. ഇതിനപ്പുറത്ത് എനിക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ ആ പടച്ചവനോട് മാത്രമേ ചോദിക്കാൻ പറ്റൂ. അത് മറ്റാരോടെങ്കിലും ചോദിച്ചാൽ അവനാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ അക്രമി. പടച്ചവന്റെ വായു ശ്വസിച്ച് വർഷങ്ങളോളം ജീവിച്ചിട്ട് ഒരിക്കൽ ശ്വാസം മുട്ടുമ്പോൾ പടച്ചവനെ എന്നല്ല വിളിക്കുന്നതെങ്കിൽ, വർഷങ്ങളോളം പടച്ചവൻ സൃഷ്ടിച്ച വെള്ളം കുടിച്ച് ജീവിച്ചിട്ട് വെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ പടച്ചവനോടല്ല ചോദിക്കുന്നെങ്കിൽ അവനേക്കാൾ വലിയൊരു ധിക്കാരി ലോകത്തില്ല. അതുകൊണ്ടാണ് ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, അല്ലാഹുവിൽ ശിർക്ക് വെച്ചാൽ അവൻ അല്ലാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു ഇന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ലൈൻ അശ്റക്ത ലയഹബതന്ന അമലു, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ അവന്റെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും. അതുകൊണ്ട് ശുദ്ധമായ ഏകദൈവാരാധനയിലൂടെയാണ് വെറും 23 കൊല്ലം കൊണ്ട് ഇന്ന് ലോകത്ത് ഏതൊരാളും എടുത്തു പറയാൻ പറ്റുന്ന ഒരു തത്വശാസ്ത്രം മുമ്പിൽ വെക്കുകയും അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്ത മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പരിവർത്തിപ്പിച്ചത് പടച്ചവൻ കാണും, അവൻ മരിക്കാത്തവനാണ്, ജനിക്കാത്തവനാണ്, അവൻ ഉറങ്ങാത്തവനാണ്, മയങ്ങാത്തവനാണ്, എന്നെന്നുമുള്ളവനാണ്. ആ പടച്ചവൻ അവനെ പരിചയപ്പെടുത്തി കൊടുത്തു. അവൻ മരിക്കാത്ത അവനോട് മരിക്കുന്നവരോട് പ്രാർത്ഥിക്കരുത്, മരിപ്പിക്കുന്നവരോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ജനിച്ചവർക്ക് നേർച്ച കൊടുക്കരുത്, ജനിപ്പിക്കുന്നവനാണ് അഥവാ സൃഷ്ടിക്കുന്നവനാണ് നേർച്ച കൊടുക്കേണ്ടത്. എന്നെന്നുമുള്ളവനോട് മാത്രമേ ആരാധനയും പ്രാർത്ഥനയും പറ്റുകയുള്ളൂ എന്ന നമുക്ക് പറഞ്ഞാൽ ആവേശം തീരാത്ത നമ്മുടെ മനസ്സുകളുടെ കുളിർമയാണ്, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സൗന്ദര്യമാണ് ഏകദൈവാരാധന. ലോകത്തിന്റെ മതമായി ഇന്നും ഈ ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയനായി ഇസ്ലാം മുമ്പിൽ നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ വിശ്വാസപരമായ പ്രത്യേകതയാണ്. അത് പഠിച്ചാൽ പാപങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം പടച്ചവൻ കാണുന്നു, അവന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുന്ന ബോധം നമുക്കുണ്ട്.